അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 10 4 വരെയുള്ള ചോദ്യങ്ങളാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ 5ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇൻ എ ക്ലാസ് there are 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice the number of boys. How many boys and girls are there in the class? അപ്പോൾ ചോദ്യം ഒന്നോ രണ്ടോ വട്ടം വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ എത്ര പെൺകുട്ടികൾ കൂടുതലുണ്ട്? 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. അതാണ് ആദ്യം പറഞ്ഞത് അല്ലേ. ഒരു ദിവസം 8 ആൺകുട്ടികൾ വരാതിരുന്നു. ആ ദിവസം ആൺകുട്ടികളുടെ ഇരട്ടിയായിരുന്നു പെൺകുട്ടികളുടെ എണ്ണം. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികൾ ഉണ്ടായിരിക്കും, എത്ര ആൺകുട്ടികൾ ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ആദ്യം തന്നെ നമുക്കറിയാം ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട് അല്ലേ. അപ്പൊ പെൺകുട്ടികളുടെ എണ്ണമാണ് കൂടുതൽ. അതുകൊണ്ട് നമുക്ക് പെൺകുട്ടികളുടെ എണ്ണം നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് എഴുതാം നമ്പർ ഓഫ് ഗേൾസ് എക്സ് എന്ന് കൊടുക്കാം. നമ്പർ ഓഫ് ബോയ്സ് നമുക്ക് എന്ത് ചെയ്യാം, വൈ എന്ന് കൊടുക്കാം. അപ്പൊ ആൺകുട്ടികളുടെ എണ്ണം വൈയും പെൺകുട്ടികളുടെ എണ്ണം എക്സും. ഇനി പറയുന്നത് there are 4 more girls than boys. ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട് അല്ലേ. അതായത് പെൺകുട്ടികളുടെ എണ്ണത്തിലാണ് എക്സ് ആണ്. എക്സ് എത്രക്കാൾ കൂടുതലാണ്? ആൺകുട്ടികളുടെ എണ്ണം വൈ ആണ്. വൈയിനേക്കാൾ എത്ര കൂടുതൽ വരും? 4 കുട്ടികൾ കൂടുതൽ. അപ്പൊ എക്സ് പെൺകുട്ടികളുടെ എണ്ണം ഈക്വൽ ടു വൈ ആൺകുട്ടികളുടെ എണ്ണം, അതിൻ്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെൺകുട്ടികളുടെ എണ്ണം കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 4 അല്ലേ. അപ്പോൾ ഇതൊരു ഇക്വേഷനായി നമുക്ക് 1ാമത്തെ ഇക്വേഷനായിട്ട് കൊടുക്കാം. ഇനി അടുത്തെന്താണ് പറഞ്ഞത്? ഓൺ എ ഡേ വെൻ ഓൺലി 8 ബോയ്സ് വെർ ആബ്സെന്റ്. അതായത് 8 ആൺകുട്ടികൾ ക്ലാസ്സിൽ വരാതിരുന്ന ഒരു ദിവസം ആൺകുട്ടികളുടെ ഇരട്ടിയായി പെൺകുട്ടികളുടെ എണ്ണം. അപ്പൊ സാധാരണ ദിവസം ഇതാണ് കണ്ടീഷൻ, എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 4. ഇനി ഒരു ദിവസം ആബ്സെന്റ് ആയ ദിവസം അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം ആബ്സെന്റ് ഡേയിൽ ആബ്സെന്റ് ആയാൽ എന്ത് സംഭവിച്ചു? 8 ആൺകുട്ടികൾ ആബ്സെന്റ് ആയി അല്ലേ. ഇവിടെ ആൺകുട്ടികളുടെ എണ്ണം ക്ലാസ്സിലെ സാധാരണ എണ്ണം വൈ ആണ്. അതിൽ നിന്ന് 8 കുട്ടികൾ ആബ്സെന്റ് ആയി. അപ്പൊ എത്രയായിരിക്കും ആൺകുട്ടികളുടെ എണ്ണം അന്നത്തെ ദിവസം? ആബ്സെന്റ് ഡേയിൽ ആൺകുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? വൈയിൽ നിന്ന് 8 കുറച്ചാൽ മതി അല്ലേ. അപ്പൊ ആബ്സെന്റ് ഡേയിൽ നമ്പർ ഓഫ് ബോയ്സ് എത്ര വരും? സാധാരണ എണ്ണം വൈ ആണ്. ആബ്സെന്റ് ഡേയിൽ 8 കുട്ടികൾ വന്നില്ല, അതായത് y മൈനസ് 8. ഇനി അന്നത്തെ ദിവസം അപ്പൊ പെൺകുട്ടികളുടെ എണ്ണം എത്രയായി? പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയായി. മനസ്സിലായല്ലോ? അപ്പൊ അന്നത്തെ ദിവസം ഈ ആബ്സെന്റ് ഡേയിൽ പെൺകുട്ടികളുടെ എണ്ണം എക്സ് ഈക്വൽ ടു എന്തായി? ആൺകുട്ടികളുടെ എണ്ണം ഇതാണ് അന്നത്തെ ആൺകുട്ടികളുടെ എണ്ണം y മൈനസ് 8 അതിന്റെ ഇരട്ടിയായി. ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു y മൈനസ് 8. മനസ്സിലായല്ലോ? y മൈനസ് 8 ആണ് അന്നത്തെ ദിവസം ആൺകുട്ടികളുടെ എണ്ണം, അതിൻ്റെ ഇരട്ടിയായി 2 ഇൻറ്റു y മൈനസ് 8. അപ്പം നമുക്ക് അടുത്തത് കിട്ടി അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു y മൈനസ് 8 നമുക്കൊന്ന് മാറ്റി എഴുതാലോ. എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു y 2y മൈനസ് 2 ഇൻറ്റു 8 അല്ലേ 16. അപ്പോൾ നമുക്ക് കിട്ടി എക്സ് ഈക്വൽ ടു 2y മൈനസ് 16. അപ്പോൾ ഇത് നമ്മുടെ 2ാമത്തെ ഇക്വേഷനും കിട്ടി. അപ്പോൾ 1ാമത്തെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 4, 2ാമത്തെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 2y മൈനസ് 16 അല്ലേ. ഇനി നമ്മൾ എന്ത് വേണം? നമുക്ക് 2 ഇക്വേഷൻ കിട്ടി, ആരെങ്കിലും ഒരാളെ ഒഴിവാക്കിയേ തീരൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നാം മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ എക്സിന്റെ വില 2y മൈനസ് 16 ആണെന്ന് പറയുന്നുണ്ട്. അതേ എക്സ് തന്നെ y പ്ലസ് 4 ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ എക്സിന് പകരം എന്ത് കൊടുക്കാം? ഈ എക്സിന് പകരം നമുക്ക് ഏത് കൊടുക്കാം? എക്സ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 4 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഈ വരെ നമുക്ക് ഇതിൽ കൊണ്ട് കൊടുത്തൂടെ? കൊടുക്കാം. അപ്പം എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കാം? വൈ പ്ലസ് 4 ആണെന്ന് കൊടുക്കാം. അപ്പം എങ്ങനെ വരുന്നു? വൈ പ്ലസ് 4 ഈക്വൽ ടു 2y മൈനസ് 16. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വൈ ഉള്ളത് ഒരു ഭാഗത്തേക്കും വൈ ഇല്ലാത്തത് അല്ലേ സംഖ്യകൾ മാത്രം വേറൊരു ഭാഗത്തേക്കും ആക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി 4 ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 16 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 4 ഈ 16 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 16 പ്ലസ് 16 സീക്വൽ ടു ഇപ്പുറത്തെ 2y ഓൾറെഡി ഉണ്ട് 2y, ഈ y നമുക്ക് അങ്ങോട്ടും ഉണ്ടാവാം മൈനസ് y. അപ്പം ഇനി എളുപ്പം ചെയ്യാലോ. 16 4 20 ഈസ് ഈക്വൽ ടു 2y മൈനസ് y.
അതായത് y ഈസ് ഈക്വൽ ടു 20. അപ്പോൾ നമുക്ക് വൈയുടെ വില കിട്ടി. എത്രയാണ് വൈയുടെ വില? 20 എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ വൈയുടെ വില കൊടുത്താൽ മതിയല്ലോ, മതി അല്ലേ? അതായത് എക്സ് സീക്വൽ ടു വൈ പ്ലസ് 4, വൈയുടെ വില നമുക്ക് കിട്ടി 20 കിട്ടി. അതായത് 20 പ്ലസ് 4 സീക്വൽ ടു 24. അപ്പോൾ നമുക്ക് ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം 20, പെൺകുട്ടികളുടെ എണ്ണം 24. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയേ. എക്സ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 4 അല്ലേ? 20ൻ്റെ കൂടെ 4 കൂട്ടിയാൽ നമുക്ക് 24 കിട്ടും. ശരിയാണ്. ഇനി 8 കുട്ടികൾ വരാത്ത ദിവസം, ആൺകുട്ടികളുടെ എണ്ണം എത്ര ആയിരിക്കും? ഇപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? 20 ആണ്. അപ്പോൾ 8 കുട്ടികൾ വന്നില്ലെങ്കിൽ എണ്ണം 12 ആയി അല്ലേ? ആ 12 അന്നത്തെ ദിവസം എന്തായിരിക്കും? പെൺകുട്ടികളുടെ എണ്ണം ഇരട്ടിയായിരിക്കും അല്ലേ? അപ്പോൾ 12 അന്നത്തെ ദിവസം ആൺകുട്ടികളുടെ എണ്ണം, അതിൻ്റെ ഇരട്ടിയാണ് 24. ശരിയാണല്ലോ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത കണക്കം ചെയ്ത് നോക്കാം. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its numerator becomes 1/3. If instead 1 is added to the denominator and then simplified, it becomes 1/4. What is the fraction? ഇതേ രൂപത്തിലുള്ള ഒരു ചോദ്യം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ചെയ്തിരുന്നു അല്ലേ? എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അത് കണ്ടവർക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും അല്ലേ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ഭിന്നസംഖ്യ, ഒരു ഫ്രാക്ഷൻ, അതിൻ്റെ അംശത്തിനോടുകൂടി, അതായത് ന്യൂമറേറ്ററിനോട് കൂടി 1 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 1/3 കിട്ടി. ഇനി അതിൻ്റെ ഛേദത്തിനോടുകൂടി, അതായത് ഡിനോമിനേറ്ററിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 1/4 കിട്ടി. ഏതാണ് ഈ സംഖ്യ? ഈ ഭിന്നസംഖ്യ ഏതാണ്? അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം. ഈ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഈ ഫ്രാക്ഷൻ എന്താണെന്ന് വിചാരിക്കുക? x/y ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ x/y ആണ് നമ്മൾ വിചാരിച്ചു. ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ. ഇതിൻ്റെ അംശത്തിനോടുകൂടി, അതായത് ന്യൂമറേറ്ററിന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 1/3 കിട്ടി അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ x/y. ഇതിൻ്റെ അംശത്തിനോടുകൂടി 1 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 1/3 കിട്ടി. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്ററിന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 1/3 കിട്ടി. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞത്? ഡിനോമിനേറ്ററിന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 1/4 കിട്ടി അല്ലേ? x/y ആണ് ഇത് നമ്മുടെ ഫ്രാക്ഷൻ. അതിൻ്റെ ഡിനോമിനേറ്റർ വൈയുടെ കൂടെ 1 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1/4 കിട്ടി. ഇതാണ് ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ നിന്ന് നമുക്ക് ഇത് കണ്ടുപിടിക്കണം. അതായത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും ഫ്രാക്ഷൻ ആണ്, ഭിന്നസംഖ്യാ രൂപത്തിലാണ് അല്ലേ? നമുക്കറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടത് a/b ഈക്വൽ ടു c/d. a/b എന്ന് പറയുന്നത് c/dക്ക് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യാം അല്ലേ? അതായത് ഇങ്ങനെ, അതായത് AD ഈക്വൽ ടു എന്ത് വരും? AD ഈക്വൽ ടു BC ആയിരിക്കും. അപ്പം a/b ഈക്വൽ ടു c/d ആണെങ്കിൽ AD ഈക്വൽ ടു BC അല്ലെങ്കിൽ BC ഈക്വൽ ടു AD. അപ്പം അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ? നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ ക്രോസ് ആയി മൾട്ടിപ്പിൾ ചെയ്യാലോ? അപ്പം എന്ത് വരും? ഇങ്ങനെ ക്രോസ് കൊടുക്കുക, ഇവിടെ തമ്മിൽ ക്രോസ് കൊടുക്കുക. അപ്പം എന്തായി മാറിയെന്ന് നോക്കിയാൽ ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെ y ഉണ്ട്, ഇവിടെ 1 ഉണ്ട് അല്ലേ? ഇവിടെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ y ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ y തന്നെ. അപ്പോൾ y ഈക്വൽ ടു എന്ത് വരും? x+1 ഇൻറ്റു 3 അല്ലേ? അതായത് 3 ഇൻറ്റു x+1. അപ്പോൾ ഇവിടെ നമുക്ക് ക്രോസ് ചെയ്തപ്പോൾ കിട്ടി y ഇൻറ്റു 1 y തന്നെ, x+1 ഇൻറ്റു 3 3 ഇൻറ്റു x+1. ഇനി ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y+1 ഇൻറ്റു 1 അല്ലേ? അതായത് y+1 ഈക്വൽ ടു x ഇൻറ്റു 4 4x. അപ്പം ഇവിടെ ഇങ്ങനെയായി മാറി, ഇത് ഇങ്ങനെയായി മാറി. അപ്പം നമുക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ ഇക്വേഷൻ കിട്ടി y+1 ഈക്വൽ ടു 4x. ഇവിടെ y ഈക്വൽ ടു 3 ഇൻറ്റു x+1 അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എങ്ങനെയാണ് നമുക്ക് y-നെ ഒഴിവാക്കാൻ പറ്റുക? അല്ലെങ്കിൽ y-നെ അല്ലെങ്കിൽ നമുക്ക് x-നെ ഒഴിവാക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ആരെ ഒഴിവാക്കാൻ പറ്റും? y+1 ഈക്വൽ ടു 4x എന്ന് പറഞ്ഞിട്ടുണ്ട്. y-യുടെ വില നമുക്ക് 3 ഇൻറ്റു x+1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ y-ക്ക് പകരം എന്ത് കൊടുക്കാം? ഈ y-ക്ക് പകരം നമുക്ക് y ഈക്വൽ ടു 3 ഇൻറ്റു x+1 ഉണ്ട് അല്ലേ? അപ്പോൾ y-യുടെ വില നമുക്ക് ഇതിലേക്ക് കൊടുത്താൽ മതി, ഇതിലേക്ക് അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? y-ക്ക് പകരം നമ്മൾ 3 ഇൻറ്റു x+1 ഈ വില നമ്മൾ അങ്ങോട്ട് കൊടുത്തു y-ക്ക് പകരം, പ്ലസ് ഈ 1 ഈക്വൽ ടു 4x. ഇപ്പം x മാത്രമായി. ഇനി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാലോ? അപ്പോൾ 3 ഇൻറ്റു x+1
3 കൊണ്ട് എക്സിനെ ഗുണിക്കണം, അതിനുശേഷം ഇതിനെ ഗുണിക്കണം അല്ലേ. 3 × x 3x പ്ലസ് 1 × 3 3 പ്ലസ് 1 = 4x. അതായത് 3x പ്ലസ് 3 + 1 4 = 4x. അത് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ചരങ്ങളുള്ള ഒരു ഭാഗത്ത് സംഖ്യകൾ ഒരു ഭാഗത്ത് എടുത്താൽ. അപ്പോൾ നമുക്കിവിടെ സംഖ്യ ഇവിടെ 4 ഇവിടെ കിടക്കുന്ന 4 അവിടെ തന്നെ നിന്നോട്ടെ. = ഇവിടെ 4x ഉണ്ട്. ഇനി നമുക്ക് ഈ 3x അങ്ങോട്ട് കൊണ്ടുപോകാം. -3x = 4x ന്ന് 3x പോയി കഴിഞ്ഞാൽ x. അപ്പോൾ 4 = x. അപ്പോൾ നമുക്ക് x-ൻ്റെ വില x = 4. അപ്പോൾ നമുക്ക് x-ൻ്റെ വില കിട്ടി 4. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് ഏറ്റവും സിമ്പിളായ ഇക്വേഷനിൽ നമുക്ക് ഇത് കൊടുക്കാം, ഈ എക്സിൻ്റെ വില കൊടുക്കാം. അപ്പോൾ നമുക്ക് വൈയുടെ വില കിട്ടും. നമുക്കറിയാം y = 3 × x + 1. y = 3 × x + 1. അപ്പോൾ y = 3 × x 4 + 1 = 3 × 5 15. അപ്പോൾ എക്സിൻ്റെ വില കിട്ടി 4, വൈയുടെ വില കിട്ടി 15. അപ്പോൾ ഭിന്നസംഖ്യ ഏതായിരിക്കും? 4/15. ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഓക്കെ, ഇതേ രൂപത്തിൽ ചോദ്യമാണ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees in 2 schemes with interest rate 7% and 6%. After 1 year, they got 6,750 rupees as interest from both these together. How much did they invest in each scheme? അപ്പോൾ ചോദ്യം പെട്ടെന്ന് മനസ്സിലാവാത്തൊരു 1-2 തവണ വായിക്കുക. അപ്പോൾ നമുക്ക് കാര്യം പിടുത്തം കിട്ടും. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരാൾ 1 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു അല്ലേ. അത് 2 സ്കീമായിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഇടല ചെയ്തത്. കുറച്ച് കാശ് ഒന്നിലും ഇട്ട്, വേറെ കാശ് അതേ ബാങ്കിൽ തന്നെ വേറൊരു സ്കീമിലും ഇട്ടു. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിട്ടുണ്ട്, പലിശയുടെ നിരക്ക് പറഞ്ഞിട്ടുണ്ട്. ഒന്നിൽ 7%, മറ്റേതിൽ 6%. ഇനിയോ 1 വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മൊത്തം ഈ രണ്ടിൽ നിന്നുമായി 6,750 രൂപ ഇൻട്രസ്റ്റ് ലഭിച്ചു. മനസ്സിലായ കാര്യം? അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഓരോന്നിനും എത്ര പൈസ വെച്ചാണ് നിക്ഷേപിച്ചത് എന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 2 സ്കീമിലായിട്ടാണ് ഇട്ടത് അല്ലേ. അതായത് ഒന്ന് ഫസ്റ്റ് സ്കീം, അതേ ബാങ്കിൽ തന്നെ മറ്റൊരു സ്കീം അല്ലേ, സെക്കൻഡ് സ്കീം. നമുക്ക് ഫസ്റ്റ് സ്കീമിൽ ഇട്ട തുക x ആണെന്ന് വിചാരിക്കാം, സെക്കൻഡ് സ്കീമിൽ ഇട്ട തുക y. അപ്പോൾ ഈ ഇട്ട തുക എത്ര ശതമാനമാണ്? 7% ഇൻട്രസ്റ്റ് കിട്ടുന്നിടത്താണ് ഇട്ടത്. ഇത് നമുക്ക് പിന്നെ പറഞ്ഞ എത്രയാണ്? 6% അല്ലേ. 6% ഇൻട്രസ്റ്റ് ഉള്ളിടത്താണ് ഈ തുക ഇട്ടത്. മൊത്തം എത്ര രൂപ ഇട്ടു ഇദ്ദേഹം? 1 ലക്ഷം രൂപ അല്ലേ. അപ്പോൾ നമുക്ക് ഈ എക്സും വൈയും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 1 ലക്ഷം കിട്ടണം വേണ്ടേ. അപ്പോൾ നമുക്ക് x + y = 1 ലക്ഷം. 1 ലക്ഷം രൂപ. ഇനി നമുക്ക് ഫസ്റ്റ് സ്കീമിൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടും എന്ന് നോക്കാം. ഫസ്റ്റ് സ്കീമിൽ x രൂപയാണ് ഇട്ടത്, അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ഇൻട്രസ്റ്റ് ഫ്രം ഫസ്റ്റ് സ്കീം. ഇൻട്രസ്റ്റ് ഫ്രം ഫസ്റ്റ് സ്കീം. ഫസ്റ്റ് സ്കീമിന് എത്ര ഇൻട്രസ്റ്റ് ലഭിക്കും? അപ്പോൾ നമുക്കിവിടെ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ അറിയാം അല്ലേ. നമ്മൾ എപ്പോഴും ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ, ഇൻട്രസ്റ്റ് പലിശ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് അല്ലേ. എമൗണ്ട് എത്ര പൈസയാണോ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഇൻറ്റു എത്ര വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തത് അല്ലേ. ഇപ്പോൾ 1 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം, അത് അങ്ങനെയാണെങ്കിൽ ഇയർ, നമ്പർ ഓഫ് ഇയർ ഇൻറ്റു എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ്, പലിശയുടെ നിരക്ക് എത്രയാണ്? പലിശ നിരക്ക്, ഇൻട്രസ്റ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കേട്ടോ, റേറ്റ്, പലിശ നിരക്ക്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ 100. ഇതാണ് പലിശ കാണാനുള്ള ഫോർമുല. അതായത് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ, എത്ര കൊല്ലത്തേക്കാണ് അത്, ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ്, പലിശയുടെ നിരക്ക് ബൈ 100. അപ്പോൾ നമുക്ക് ഇതിൽക്കൊന്ന് കൊടുത്തു നോക്കിയാൽ ഇൻട്രസ്റ്റ് ഫ്രം ഫസ്റ്റ് സ്കീം എത്ര വരും? = എമൗണ്ട്, എത്ര എമൗണ്ട് ഇട്ടിട്ടുണ്ട്? x എമൗണ്ട് അല്ലേ.
എക്സ് എമൗണ്ട് ആണ് ഇട്ടിട്ടുള്ളത്. എക്സ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ, എത്ര കൊല്ലാണ്? 1 കൊല്ലം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 ഇടണമെന്നില്ല. പിന്നെ എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ റേറ്റ് എത്രയാണ്? 7% അല്ലേ. അപ്പോൾ 7%, 7/100. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്കീമിൽ ഇട്ട പൈസയുടെ ഇൻട്രസ്റ്റ് എത്ര കിട്ടും? എക്സ് ഇൻറ്റു 7/100, അതായത് 7 ഇൻറ്റു എക്സ് 7x/100. ഇതാണ് ആദ്യത്തെ സ്കീമിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ സ്കീമിൽ നിന്ന് എത്ര ഇൻട്രസ്റ്റ് കിട്ടും നോക്കാം. ഇൻട്രസ്റ്റ് ഫ്രം രണ്ടാമത്തെ സ്കീമിൽ നിന്ന് കിട്ടുന്ന പലിശ, ഇൻട്രസ്റ്റ് ഫ്രം സെക്കൻഡ് സ്കീം. ഇതേ രൂപത്തിൽ തന്നെ സെക്കൻഡ് എന്ത് വരും? ഇൻട്രസ്റ്റ് എന്ത് വരും? ഇവിടുത്തെ തുക എത്രയാണ്? എമൗണ്ട് എത്രയാണ്? y ആണ്. ഇൻറ്റു നമ്പർ ഓഫ് ഇയർ 1 കൊല്ലം തന്നെ, അപ്പോൾ 1 എഴുതണ്ട. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് 6%, 6/100, അതായത് 6y/100. രണ്ട് സ്കീമിൽ നിന്നുമായി എത്ര കിട്ടി? 6750 രൂപ കിട്ടി അല്ലേ. അതായത് ഈ ഇൻട്രസ്റ്റും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടി? 6750. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാലോ. അതായത് 7x/100 പ്ലസ് ഇത് 6y/100 ഈക്വൽ ടു 6750. അപ്പോൾ രണ്ട് സ്കീമിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് വെച്ച് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കിട്ടി 6750 രൂപ അയാൾക്ക് കിട്ടി. അത് നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ, ഇവിടെ നോക്കിയാൽ രണ്ടും ഭിന്ന സംഖ്യകളാണ് അല്ലേ, ഫ്രാക്ഷൻ ആണ്. പക്ഷെ ഇവിടെ രണ്ടും സെയിം ആണ് അല്ലേ, ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. 100 ഇവിടെയും 100. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കൂട്ടാം. 7x + 6y. അപ്പോൾ നമുക്ക് എഴുതാം 7x + 6y/100. അതേപോലെ തന്നെ എഴുതാം അല്ലേ. 100 = 6750. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അതായത് എന്ത് വരും? ഇപ്പോൾ 7x + 6y ഇൻറ്റു അടിയിൽ 1 ആണ് അല്ലേ. അപ്പോൾ 7x + 6y = എങ്ങനെ എഴുതാം? 7x + 6y എന്ത് എഴുതാം? 100 × 6750 അല്ലേ. അതായത് 6750 എഴുതിയിട്ട് 2 0 കൂടി ഇട്ട് കഴിഞ്ഞാൽ ശരി. അപ്പോൾ 7x + 6y = 6,70,75,000. ഇപ്പോൾ നമുക്ക് ഇക്വേഷൻ രൂപത്തിലായി അല്ലേ. അപ്പോൾ ഇത് നമുക്ക് രണ്ടാമത്തെ, ഇത് നമുക്ക് x + y = ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. നമുക്ക് എക്സിന്റെ വില അറിയാമെങ്കിൽ നമുക്ക് ഇതിന് പകരം എക്സിന്റെ വില കൊടുക്കായിരുന്നു അല്ലേ. അല്ലെങ്കിൽ വൈയുടെ വില അറിയാമെങ്കിൽ നമുക്ക് ഇതിന് പകരം വൈയുടെ വില കൊടുക്കാമായിരുന്നു അല്ലേ. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് നോക്കിയേ, x + y = 1,00,000 നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സിന്റെ വില കണ്ടുപിടിക്കാമല്ലോ. x = 1,00,000 മൈനസ് y. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതാം. x + y = 1,00,000 എന്നുള്ളത് x = 1,00,000 മൈനസ് y എന്ന് എഴുതാം അല്ലേ. എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ വില നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. ഈ എക്സിന് പകരം ഈ എക്സിൻ്റെ വില അങ്ങോട്ട് കൊടുക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സിൻ്റെ വില നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. ഇതിലേക്ക് അങ്ങോട്ട് കൊടുത്തോളൂ. ഈ എക്സിന് അങ്ങോട്ട് കൊടുക്കാം. നമുക്ക് ഈ ഭാഗം ഒന്ന് മാറ്റി കളയാം. 7 × എക്സിന് പകരം ഈ വാല്യൂ എഴുതാൻ പോകുന്നത് നമ്മൾ. മനസ്സിലായല്ലോ. എക്സിന് പകരം 1,00,000 മൈനസ് y. ഇനി ഇവിടെ എന്താണ്ട്? 6y അല്ലേ. 6y = എത്രയാണ്? 6,70,75,000. അപ്പോൾ നമുക്കിവിടെ എക്സ് പോയി കിട്ടി അല്ലേ. എക്സിന് വില കൊടുത്തപ്പോൾ എക്സ് പോയി കിട്ടി, y മാത്രമേ. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാലോ. 7 × 1,00,000 7,00,000 മൈനസ് 7 × y 7y പ്ലസ് 6y. ഈ 6y = 6,70,75,000. അതായത് 7,00,000 മൈനസ് 7y പ്ലസ് 6y. അപ്പം മൈനസ് 1y അല്ലേ. 1y = 6,70,75,000.
അപ്പോൾ ഇവിടെ 7 ലക്ഷം ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു പണിയാം, ഇവനെ സംഖ്യകൾ ഒരു ഭാഗത്താക്കാം, മറ്റേ അപ്പുറത്ത് കൊണ്ടുപോകും അല്ലേ. അപ്പോൾ ഇവിടെ 7 ലക്ഷം ഉണ്ട്. 7 ലക്ഷം അങ്ങനെ കിടന്നോട്ടെ. ഇനി ഈ 6,75,000 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ -6,75,000 സീക്വൽ ടു എന്ത് വരും? ഈ വൈ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് വൈ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് വൈ ആയി. 25,000 വൈ. അപ്പോൾ വൈയുടെ വില നമുക്ക് കിട്ടി 25,000 രൂപയാണ് വൈയുടെ അല്ലേ. അതായത് ഈ സ്കീമിലിട്ട കാശ് എത്രയാണ്? വൈ 25,000 രൂപയാണ്. അപ്പോൾ നമുക്ക് എഴുതാം വൈ ഈസ് ഈക്വൽ ടു 25,000. ഇനി ഈ വില നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അല്ല, സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വില കിട്ടും. ഇവിടെ നോക്കിയാൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1,00,000. അപ്പോൾ ആ ഇക്വേഷൻ എഴുതാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1,00,000. വൈയുടെ വില എത്രയാണ്? 25,000. അപ്പോൾ എക്സ് പ്ലസ് 25,000. ഇങ്ങനെ ചെയ്യണമെന്നില്ല. എക്സ് പ്ലസ് നമുക്ക് വൈയുടെ വില കിട്ടുകയും നമുക്കറിയാം മൊത്തം 1,00,000 രൂപ. അപ്പോൾ 1,20,000 മൈനസ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഇത് ക്യാഷ് അനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം നിങ്ങൾ വേഗം തന്നെ ഇങ്ങോട്ട് കുറച്ചിട്ടോളൂ. അപ്പോൾ എക്സ് പ്ലസ് വൈ 25,000 ഈക്വൽ ടു 1,00,000. അപ്പോൾ അതായത് എക്സ് ഈക്വൽ ടു 1,00,000 മൈനസ് 25,000 75,000. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്കീമിലിട്ട തുക എത്രയാണ്? ഇദ്ദേഹം ഇട്ടത് 75,000 രൂപ ഇട്ടു. രണ്ടാമത്തെ സ്കീമിൽ 25,000 രൂപ ഇട്ടു. അങ്ങനെ രണ്ടും കൂടിയിട്ട് 1,00,000 രൂപ ഇട്ടു. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഒരു വലിയ ചോദ്യമാണ്. ആൻ ഓബ്ജക്റ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ സ്പീഡ് ഓഫ് u മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ട്രാവൽസ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. ഇഫ് ദി സ്പീഡ് ഇൻക്രീസസ് അറ്റ് ദി റേറ്റ് ഓഫ് a meter per second every second, the speed at time t seconds is u plus at. The speed at 1 second is 5 meter per second and at 5 seconds 13 meter per second. What is the rate at which speed is increasing? What was the starting speed? ഇത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വലിയ എന്തോ ഒരു മല മറിക്കുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ. ഫിസിക്സും മാത്സും എല്ലാം കൂടിയിട്ട് വന്ന് കുഴപ്പിക്കുന്നു തോന്നും. ഈ ചോദ്യം എത്ര വലുതുള്ളൂ, ഉത്തരം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അവിടെ ഒരു വസ്തു ഒരു സ്ട്രേറ്റ് ലൈനിലൂടെ എങ്ങനെ സഞ്ചരിക്കുന്നു, അതിൻ്റെ വേഗത u പ്ലസ് എ ടി. അതിൻ്റെ ഇക്വേഷൻ വന്നിട്ടുണ്ട് u പ്ലസ് എ ടി ആണ്. അതാണ് അതിൻ്റെ വേഗത. അതായത് സ്പീഡ് പറഞ്ഞിട്ടുണ്ട്. ഈ വസ്തു സഞ്ചരിക്കുന്ന സ്പീഡിൻ്റെ ഇക്വേഷൻ u പ്ലസ് എ ടി. അപ്പോൾ u പ്ലസ് എ ടി എന്ന സ്പീഡിലാണ് ഇതിൻ്റെ സഞ്ചാരം. ഇനി u എന്താണ്, a എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. u എന്താണ്? സ്റ്റാർട്ട്സ് വിത്ത് എ സ്പീഡ് ഓഫ് u മീറ്റർ സെക്കൻഡ് അല്ലേ. അതായത് സ്റ്റാർട്ടിംഗ് സ്പീഡാണ് അല്ലെ, സ്റ്റാർട്ട് ചെയ്യുന്ന സ്പീഡാണ് u. പിന്നെയോ a എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഇൻക്രീസസ് അറ്റ് ദി റേറ്റ് ഓഫ് a മീറ്റർ പെർ സെക്കൻഡ്. അതായത് സ്പീഡ് കൂടുന്നതിന്റെ റേറ്റ് ആണ് a എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് കാര്യം നമുക്ക് ആവശ്യമുള്ളൂ. u എന്ന് പറയുന്നത് എന്താണ്, a എന്ന് പറയുന്നത് എന്താണ്? u എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സ്പീഡ് അല്ലേ. u എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ടിംഗ് സ്പീഡ്. a എന്ന് പറയുന്നതോ റേറ്റ് ഓഫ് ഇൻക്രീസ് സ്പീഡ് അല്ലേ, സ്പീഡ് കൂടുന്നതിന്റെ റേറ്റ്. അപ്പൊ റേറ്റ് ഓഫ് ഇൻക്രീസിങ് സ്പീഡ്. ഈ രണ്ട് കാര്യം നമുക്ക് ആവശ്യമുള്ളൂ. അതായത് നാം എക്സും വൈയും ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? യുവും അതുപോലെ തന്നെ എയും. അപ്പൊ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്പീഡ് അറ്റ് 1 സെക്കൻഡ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്. അത് ഒന്നാമത്തെ സെക്കൻഡിലെ സ്പീഡ് 5 മീറ്റർ സെക്കൻഡ് ആണ്. ഇനിയോ അഞ്ചാമത്തെ സെക്കൻഡിലെ സ്പീഡ് എത്രയാണ്? 13 മീറ്റർ പെർ സെക്കൻഡ് ആണ് അഞ്ചാമത്തെ സെക്കൻഡിലെ സ്പീഡ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ്. സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എത്രയായിരിക്കും, അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് സ്പീഡ് എത്രയായിരിക്കും, ഇതാണ് ചോദ്യം. ഒന്നാമത്തെ സെക്കൻഡിലെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. ഒന്നാമത്തെ സെക്കൻഡിലെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് സ്പീഡ് അറ്റ് 1 സെക്കൻഡ്. സ്പീഡ് അറ്റ് 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ എത്രയായിരിക്കും സ്പീഡ്? 5 മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡ് ഇൻഡിക്കേഷൻ എന്താണ്? u പ്ലസ് എ ടി അല്ലേ, ആണല്ലോ. അപ്പൊ u പ്ലസ് എ ടി സീക്വൽ ടു 5.
ഇവിടെ നമുക്ക് യു സ്റ്റാർട്ടിംഗ് സ്പീഡ് അറിയില്ല, എ റേറ്റ് ഓഫ് ഇൻക്രീസ് സ്പീഡ് അറിയില്ല, ടി എന്താണ്, ടി എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ് അല്ലേ. അപ്പം ഇവിടെ 1 വരും. അതായത് യു പ്ലസ് എ ടിക്ക് എ എന്ന് എഴുതിയാൽ മതി. ടി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടി? യു പ്ലസ് എ ഇസ് ഈക്വൽ ടു 5. ഈ ടി എന്ന് പറയുന്നത് എത്രയാണ്? 1 സെക്കൻഡ് അല്ലേ, 1 സെക്കൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് എഴുതിയില്ല. അപ്പോൾ യു പ്ലസ് എ ഇസ് ഈക്വൽ ടു 5 എന്ന ഇക്വേഷൻ കിട്ടി. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി നമ്മുടെ ചോദ്യത്തിൽ 5ാമത്തെ സെക്കൻഡിലെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡ് അറ്റ് 5 സെക്കൻഡ്, 5ാമത്തെ സെക്കൻഡ് സ്പീഡ് എത്രയാണ്? 13 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. ഇക്വേഷൻ തന്നെ യു പ്ലസ് എ ടി. അപ്പോൾ യു പ്ലസ് എ ടി സീക്വൽ ടു 13 സെക്കൻഡ്. 13. ഇവിടെ നമുക്ക് ടി അറിയാം. ടി എത്രയാണ്? ടി സീക്വൽ ടു എന്താണ്? 5 അല്ലേ, 5ാമത്തെ സെക്കൻഡിലാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? യു പ്ലസ് എ ഇൻറ്റു ടി 5 സീക്വൽ ടു 13. അതായത് യു പ്ലസ് 5 ഇൻറ്റു എ 5a സീക്വൽ ടു 13. അപ്പോൾ നമുക്കിവിടെ 2 ഇക്വേഷൻ കിട്ടി. യു പ്ലസ് 5 സീക്വൽ ടു 13 ആയ ഒരു ഇക്വേഷൻ നമുക്ക് ആദ്യം കിട്ടി യു പ്ലസ് എ സീക്വൽ ടു 5. ഇത്രയുള്ള നമ്മുടെ വിഷയം. അപ്പോൾ ഇവിടെ നമ്മൾ 1ാമത്തെ സെക്കൻഡിലെ സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതി. 5ാമത്തെ സെക്കൻഡിലെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട് 13. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതി ആ വാല്യൂ കൂടി കൊടുത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാലോ നോക്കിയേ. യു പ്ലസ് 5 സീക്വൽ ടു 13. അടുത്ത ഇക്വേഷൻ യു പ്ലസ് എ സീക്വൽ ടു 5 അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതാണ്. യു പ്ലസ് എ സീക്വൽ ടു 5. അതായത് നമ്മുടെ 1ാമത്തെ ഇക്വേഷൻ തന്നെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതി. അത്രേ ഉള്ളൂ. ഇനി നോക്കിയേ, നമുക്ക് യുവിനെ വളരെ ഈസി ആയിട്ട് ഒഴിവാക്കാം അല്ലേ. ഇവിടെയും കോഎഫിഷ്യന്റ് 1, ഇവിടെയും കോഎഫിഷ്യന്റ് 1 അല്ലേ. അപ്പം ഞാൻ എന്ത് വേണം? ഇത് രണ്ടും ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? നാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നിൽ നിന്ന് മറ്റേത് മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1നെ മൈനസ് ചെയ്യാം. അപ്പോൾ യു മൈനസ് യു 0, 5 മൈനസ് എ 4a സീക്വൽ ടു 13 മൈനസ് 5 8. അപ്പോൾ 4a സീക്വൽ ടു 8, a സീക്വൽ ടു 8/4 ഈക്വൽ ടു 2. അപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടി. എ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻക്രീസിങ് സ്പീഡ്, അത് കിട്ടി എ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടത്? സ്റ്റാർട്ടിംഗ് സ്പീഡ് കണ്ടുപിടിക്കണം വേണ്ടേ, യു കണ്ടുപിടിക്കണം. അതിനെന്ത് വേണം? ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാം. യു പ്ലസ് എ ഈക്വൽ ടു 5 അല്ലേ. അപ്പോൾ യു പ്ലസ് എയുടെ വില 2 സീക്വൽ ടു 5, യു സീക്വൽ ടു 5 മൈനസ് 2 സീക്വൽ ടു 3. അപ്പോൾ ഇവിടെ നമുക്ക് എ കിട്ടി. എ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻക്രീസ് സ്പീഡ് കിട്ടി. അതുപോലെ തന്നെ യു കിട്ടി. യു എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സ്പീഡ് കിട്ടി. ഇവിടെ നമ്മൾ എക്സും വൈക്കും പകരം എക്സും വൈയും ഇല്ല, അതിന് പകരം എന്തായി? എയും യുവും അല്ലേ. ഇത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് സ്പീഡ് എ സീക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. മീറ്റർ പെർ സെക്കൻഡ്, ഇതും മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ.